ഹലോ, ഇന്ന് നമ്മൾ ബീഫ് കൊണ്ടിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് കേട്ടിട്ടൊന്നും പേടിക്കേണ്ട. പേര് സുൽത്താൻ ബീഫ് എന്നാണ്. അപ്പോൾ പേര് ഇത്തിരി ഗാംഭീര്യമുള്ളതാണെന്നുണ്ടെങ്കിലും തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോയോളം ബീഫ് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ ബീഫ് ഒന്ന് നന്നായിട്ട് മൂടി ഒറ്റ വിസിൽ കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എങ്കിലും ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഇതേപോലെ കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ 2-3 വറ്റൽമുളകും പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ ചെറിയുള്ളിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഒരുപാട് തീരെ പൊടിയാക്കിയല്ല കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂട്ടത്തിൽ തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന ആ ഒരു സമയം, നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്ന സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി ഏകദേശം ഈ ഒരു ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മസാലകളായിട്ട് നമ്മൾ ആകെ ഇത് രണ്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറ്റൽമുളകും ഒന്ന് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ വെള്ളത്തോടുകൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. കാരണം ബീഫ് നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് ബീഫിന് ഇനി വേവൊന്നുമില്ല. ഇനി നമുക്കതിൽ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ആ ഒരു ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് ബീഫിലേക്ക് പിടിച്ച് കിട്ടണം. അതാണ് ഇനി അടുത്ത ഒരു പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടിക്കൊന്നും പിടിച്ച് പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കറിവേപ്പില ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി നമ്മൾ എപ്പോഴും തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ നെയ്യില്ലാത്ത ബീഫ് വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇത്തിരി ഒരു ചെറിയതായിട്ടൊക്കെ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു സോഫ്റ്റ് ടെക്സ്ചറായിരിക്കും ഇതിന്, അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലായിരിക്കും കിട്ടുക. അപ്പോൾ ബീഫ് കൊണ്ട് ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വലിയ പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.